ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ സംഭവം, സാധാരണത്തെ രീതിയിൽ ചൈനക്കാരൊക്കെ ഭക്ഷിക്കണ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നിപ്പോവില്ലേ. കാരണം നമ്മൾ ഈ ചൈന മാർക്കറ്റിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കാണല്ലോ, ഓരോ വീഡിയോകളിലൊക്കെ ഇങ്ങനത്തെ ഓരോ പാറ്റിനെ ഉറുമ്പിനെ അങ്ങനെയൊക്കെ പിടിച്ചു പോലും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ പച്ച തിന്നണതൊക്കെ കാണാമല്ലോ. പക്ഷേ ഇതൊരിക്കലും ഓല് ഇത് കണ്ടാൽ കഴിക്കൂട്ടോ. ചില നേപ്പാളികൾ അവരൊക്കെ ഈ ടൈപ്സിലുള്ള സാധനങ്ങൾ കണ്ടാൽ ഇങ്ങനെ പച്ചയായിട്ട് കഴിക്കും, വറുത്ത് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾക്കിതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥ ഉണ്ടത്. അതായത് നമ്മൾ ഈ സാധാരണത്തെ രീതിയിൽ ഈ നനച്ചുള്ളിപ്പണി എന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു നനച്ചുള്ളിപ്പണി എടുക്കുന്ന സമയത്താണ് നമുക്കിങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിന് എന്തൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥ വരുന്ന പോലല്ലേ. കാരണം അത്രക്കും ഒരു വലിയ സൈസ് ജന്തുക്കൾ, അതായത് ഉറുമ്പാണോ എന്ന് വെച്ചാൽ ഉറുമ്പാണ്, പക്ഷേ ചിലതിന് ചിറകുണ്ട്. ചിറകുള്ള ഒരു സൈസ് ഉറുമ്പ് പോലത്തെ ഒരു പാറ്റകൾ, അതായത് വലിയ ടൈപ്സിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഫോണിലായതുകൊണ്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ കാണുകയാണ്. ശരിക്ക് ഒന്നൊക്കെ നമ്മളെ കയ്യിൽ പിടിച്ച് നോക്കിയാൽ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു പാറ്റില്ലേ, ആ ഒരു വലുപ്പത്തിൽ ഇതാ ഇവിടെ കഴിഞ്ഞ ഡൈനിങ് ഹാളിലേക്കും ഇത് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലാണിത് ഫുള്ളായിട്ടുള്ളത് കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല. നനച്ചുള്ളിപ്പണിയുടെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങിലാണ് ഈ ആശാന്മാരെ നമ്മൾ പുറത്താക്കുന്നത്. നമ്മൾ ഇത്ര ഉള്ളതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ള കാര്യം ഷുവറാണ്. അതായത് ഇതാ ഈ നമ്മളെ ഈ വീടിൻ്റെ മുകളിലുണ്ടാവില്ല ഇങ്ങനത്തെ ഈ ഗുഹകൾ, ഇതാ ബാത്റൂമിൻ്റെ മുകളിലായിട്ടൊക്കെ, അങ്ങനത്തെ ഈ വീടിൻ്റെ മുകളിലുള്ള ആ ഒരു ഗുഹയിൽ നിന്നാണ് ഈ ഒരു ആശാന്മാർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് ഒന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് തട്ടിക്കൊട്ടിയെടുത്തതാണ്. അപ്പോൾ അവിടെ ഒരു നമ്മൾ അറിയില്ല, മുകളിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും നോക്കാനും കഴിയൂല. താഴേക്കാണെങ്കിൽ നമുക്ക് അടിച്ചു വരി നോക്കുമ്പോഴൊക്കെ നോക്കുന്നത്. പക്ഷെ അങ്ങനത്തെ വലിയ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഗുഹയിലൊന്നും ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കയറാനും കഴിയൂല, നോക്കൂല, ആ രീതിയിലാണല്ലോ. അപ്പോൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറുതായിട്ട് ബാത്റൂമിനോടനുബന്ധിച്ച് ഇങ്ങനത്തെ ഈ അലമാരുണ്ടല്ലോ, നിങ്ങളെ വീട്ടിലേക്ക് ഉണ്ടോ അറിയില്ല. ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു അലമാര, അതേ ചുമരിൽ വരുന്ന അലമാരകളുടെ അടച്ചിടുമ്പോൾ അതിനുള്ളിൽ നനവ് വരും. നനവ് വന്നിട്ട് ഡ്രസ്സും ഒക്കെ ഒരുപാട് കേടുവന്ന് പോയിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല പുതിയ ഡ്രസ്സൊക്കെ ദ്രവിച്ചു പോണ രീതിയിലാണ്. കാരണം ആ ഒരു സിമെൻറ്റിൻ്റെ നനവും വെള്ളത്തിൻ്റെ എല്ലാം കൂടി ഇങ്ങോട്ട് ആയിട്ട് മൊത്തത്തിലിത് എല്ലാം കേടുവരിക. അങ്ങനെയുള്ള അലമാരകൾ ഒരിക്കലും നമ്മളിത് ഉണ്ടാക്കരുത്, പ്രത്യേകിച്ച് ബാത്റൂമൊക്കെ വരുന്ന അടുത്ത്. ഇപ്പം അല്ലാതെ തന്നെ പുറത്ത് അലമാര ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു 10 വർഷം മുമ്പുള്ള എല്ലാ വീട്ടിലും തന്നെ സ്ഥിതി ചുമരുമ്പോൾ തന്നെ ഇങ്ങനെ അലമാര കൊടുക്കും. എന്നിട്ട് അതൊരു നനവുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇതാ ആ ഒരു നനവും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും അവർക്ക് ഭക്ഷിക്കാൻ നമ്മൾ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കഴിക്കും ചെയ്യുക, ആ ഒരു നനവിൽ ജീവിക്കും ചെയ്യുക. അങ്ങനെയാണ് ഇത്രയധികം ജന്തുക്കൾ ഇതാ അവിടെ വന്നത് കേട്ടോ. ഏകദേശം നമ്മളിപ്പോൾ ആ ഗുഹൻ്റെ മുകളിൽ നിന്നൊക്കെ വെച്ചാൽ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ആണല്ലോ തട്ടിക്കൊട്ടൽ. അപ്പോൾ ഇതാ ഇത്രയധികം ഉറുമ്പാണോ പാറ്റയാണോ പറയാൻ കഴിയുന്നില്ല. ചിലതിന് ചിറകുണ്ട്, ചിലതൊരു ഉറുമ്പ് പോലെയാണ്. പക്ഷെ നമ്മൾ ഉപദ്രവിക്കണമൊന്നുമില്ല കേട്ടോ, ഉപദ്രവിക്കണില്ല. നിറച്ചിങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ ഈ ഒരു ഫോണിലൊരു ക്ലാരിറ്റിന് നല്ല കുറവുണ്ട്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കണ്ണിനൊക്കെ എന്തൊക്കെയോ ഒരവസ്ഥ ഉണ്ടാവുക, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ നടക്കാൻ വരെ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാലൊന്നും വെച്ച് നമുക്കിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മൾ ചെരുപ്പിൻ്റെ അടിയിലായാലും കാലിൻ്റെ അടിയിലായാലും പെട്ട് ഇവർ ചാവും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ വല്ലാതെ ഇവർക്ക് വേദനിക്കുമ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മളെ കടിക്കുന്നുണ്ട്. അങ്ങനെ അതിപ്പോൾ ഏത് ജന്തുക്കളായാലും അങ്ങനെ തന്നെയല്ലോ, പാമ്പൊക്കെ തന്നെ നമ്മൾ ചവിട്ടിയാലല്ലേ നമ്മളെ തിരിച്ച് കൊത്തുക. ഇപ്പോൾ ഇതാ ഇങ്ങനെ മെല്ലെ നമുക്ക് അപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ റൂമിലാണ് ഈ സംഭവങ്ങൾ ഇങ്ങോട്ട് നിറഞ്ഞ് തുളുമ്പി കിടക്കുന്നത്. എത്ര ലക്ഷം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കണ്ടില്ല, ഇത് ചുമരിലേക്കും ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. മൊത്തമായിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയധികം ഉള്ളത് വിചാരിച്ചിട്ടില്ല, പിന്നെ അങ്ങോട്ട് കൂടി വന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നനച്ചുളിക്ക് ഈ ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളെ ഇവിടുന്ന് ഒഴിപ്പിച്ചു കേട്ടോ. അപ്പം നനവുള്ള ഭാഗത്ത്, നനവ് തട്ടാൻ ചാൻസ് ഉള്ള ഭാഗത്ത്, ബാത്റൂമുള്ള ഭാഗത്തുനിന്ന് ഒരിക്കലും ആരും ഇതുപോലുള്ള ഗുഹ ഉണ്ടാക്കരുത്.
അതുപോലത്തെ അലമാരി ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഞങ്ങൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. ഒരിക്കലും നമുക്കറിയില്ലല്ലോ ഇതൊന്നും, പിന്നെ നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ ഇതിനെക്കുറിച്ച് അറിയില്ലേ. അപ്പോൾ ബാത്റൂം ആയാലും ഇങ്ങനെ ഡ്രസ്സ് വെക്കണം, എന്തെങ്കിലും ഈ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും നനവുള്ള ഭാഗത്ത് വെക്കാനേ ചെയ്യരുത്. അത് ഒഴിവാക്കിയിടുക. അഥവാ അവിടെ അങ്ങനെ നമ്മൾ സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈസുള്ള ജന്തുക്കളൊക്കെ വന്ന് അത് ആ നനവിലൂടെയാണ് ഇവർ ഇത്രയധികം ഉണ്ടായത്. അത് ഫുഡായിട്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും അത് കഴിക്കും. പിന്നെ അവർ പെറ്റ് പെരുകുക, എന്തെനിക്കറിയില്ല. ഒരുപാട് മുട്ടയായിരിക്കും, മുട്ട ഇട്ടിട്ട് അതിങ്ങോട്ട് പെരുകിക്കണം. അപ്പോൾ ഒരുപാടായിട്ട് കുറേയൊക്കെ ഞങ്ങൾ അടിച്ചുവിട്ട് ഡൈനിങ് ഹാളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഒരു ഉറുമ്പിൻ്റെ ഒരു മരുന്ന് എന്തൊക്കെ അടിച്ചിട്ടൊക്കെ ഏകദേശം ഇങ്ങനെ അയക്കണിപ്പോൾ. കുറേ ജീവനുള്ളതുകൊണ്ട് കുറേ ജീവനില്ലാത്തതുകൊണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ അന്ന് നമുക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ അലമാരകൾ ചുമരിലൊക്കെ വാർത്ത്, അതായത് കോൺക്രീറ്റ് അലമാരകൾ അന്ന് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വാർത്തുണ്ടാക്കും. പക്ഷെ അതിങ്ങനെ അടച്ചിടും. ബാത്റൂമിൻ്റെ ഭാഗത്തുള്ള നനവ് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തട്ടും. അപ്പോൾ സംഭവങ്ങളൊക്കെ ഈ രീതിയിലാകും. അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്. എത്ര അടിച്ചോരിട്ടിട്ടോ അതുകൊണ്ട് കഴിയണില്ല കേട്ടോ. എത്രയോ മുറത്തിൽ വാരി കൊണ്ടേയിട്ടോ, എന്നിട്ടും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്നൊക്കെ അവിടെ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഷുവറാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു തേനീച്ചിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലേ, നിങ്ങൾ കണ്ടിരുന്നോ? തേനീച്ച ഈ റൂമൊക്കെ ഒന്നായിട്ട് വന്നിട്ട് കൂട് കൂട്ടി തേന് സെറ്റാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇതൊരു സൈസ് ഉറുമ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ അറപ്പാവട്ടോ. അതിങ്ങനെ തിളക്കണം കിടന്നിട്ട് നിറച്ച് വലിയൊരു സൈസ് ഉറുമ്പാണെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ചൈനക്കാരൊക്കെ കഴിക്കൂലേ, ഒരു പാറ്റിനൊക്കെ പിടിച്ചോലും ഇങ്ങനെ തിന്നുമല്ലോ, അതുപോലെ എനിക്ക് തോന്നിയത്. ഓരോരോ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടും പല്ലി, പാറ്റ, തവള അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സൈസിൽ ഈ ഒരു ടൈപ്സിലൊരു പാറ്റയും ഓരോരുത്തർ ഞാൻ കണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും കണ്ടപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൊണ്ട് പോരുമ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. കണ്ടില്ലേ, നല്ല ജീവനും ഉണ്ട്, ജീവനില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആരും കടിക്കണമെന്നില്ല, നമ്മളെ ഓരോ ഉപദ്രവിച്ചാൽ മാത്രമേ നമുക്കൊരു കടി കിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഈ ടൈപ്സിലുള്ള ഉറുമ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടല്ലോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ് കേട്ടോ, ചെറിയ ഉറുമ്പൊന്നല്ല. അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്സിലുള്ള നല്ല ബ്ലാക്ക് കളറിൽ. ഇപ്പോൾ കണ്ടില്ല, ഒരു റൂമിൻ്റെ കട്ടിലിലൊക്കെ ഒരു ഭാഗമാണിത്, അടിയിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ നോമ്പിന് മുമ്പായിട്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒഴിവാക്കില്ല. ഇപ്പോൾ ഈ രീതിയിലുള്ള ടൈപ്സിലുള്ള അലമാരൻ ഉണ്ട്, ഇതിൻ്റെ ബാക്കിൽ ബാത്റൂമാണ്. കണ്ടില്ലേ, ഇതിലൊക്കെ എത്ര ഡ്രസ്സ് വെച്ചാൽ എത്രയോ ഡ്രസ്സായാലും ചെരുപ്പായാലും എന്തൊക്കെ തന്നെ വെച്ചാൽ അത് ദ്രവിച്ച് പോവാണ്, നുരുമ്പി പോവുക. അപ്പോൾ എന്നാൽ അതിൻ്റെ ബാക്കിൽ ബാത്റൂം ആയതുകൊണ്ട് അതിന് നനവ് തട്ടിയിട്ടാണ് സംഭവം. എന്തായാലും നോമ്പൊക്കെ വരുമ്പോൾ അതൊന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യും, തട്ടിക്കൊട്ടും അങ്ങനെയൊക്കെ ചെയ്യും. എത്താത്ത സ്ഥലത്ത് വരെ നമ്മളിത് ചെയ്യുമല്ലോ. അപ്പോൾ മുകളിൽ കയറി ഗുഹൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്തപ്പോഴത്തെ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. ഒന്നായിട്ട് ഇങ്ങോട്ട് റൂമിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഇരട്ട സംഭവം. ഒരു മുറം 2 മുറം 3 മുറം അല്ല, 4-5 മുറം ഇപ്പം തന്നെ കൊണ്ടുപോയിട്ടു. ഇനി അടുത്തത് ബാക്കി കുറേ ഇങ്ങനെ ആയത് കൊണ്ടുപോയിട്ടാണ്. എന്തായാലും റമദാൻ മാസമൊക്കെ വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എല്ലാം ക്ലീൻ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ അറിയാത്ത സംഭവങ്ങൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ച് ക്ലീൻ ചെയ്ത് ഒക്കെ ആകാനുള്ള നല്ലൊരു അവസരം കൂടിയാണല്ലോ. കാരണം എല്ലാം മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ റമദാൻ മാസം ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു കുടി ഒഴിപ്പിക്കലാണ് കേട്ടത്. ഇത് ഞങ്ങൾ ഇത്ര ഉള്ളതെന്ന് വിചാരിച്ചിട്ടില്ല. 1-2 ഉറുമ്പ് ഇങ്ങനെ പോണ് കാണാം, നമ്മൾ വിചാരിക്കും ഉറുമ്പല്ലേ അത് പോയിക്കോട്ടെ, അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. പിന്നെയാണ് അവിടെ കുറച്ച് ഡ്രസ്സ് വെച്ചിരുന്നു, ആ ഡ്രസ്സൊക്കെ ഈ ഉറുമ്പ് തിന്നുക, അതുപോലെ തന്നെ അവിടെ പെറ്റ് പെരുകുക എന്നുള്ളത് അവസ്ഥ. ഇതിപ്പോൾ ഒരു എത്ര മാസമായിക്കണ് പറയാൻ പറ്റൂല കേട്ടോ. 1 വർഷം എന്തായാലും ഇല്ല, കഴിഞ്ഞ വർഷം നന്നായി ക്ലീൻ ചെയ്തായിരുന്നു, അപ്പോഴൊന്നും കുഴപ്പമില്ല. ഈ പ്രാവശ്യമാണ് പിന്നെ ഇത് ഇങ്ങനെ കൂടി വന്നത്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം തുടച്ച് മാറ്റി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മരുന്നോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, കാരണം ആ ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയൂല.
പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിന് കോണിയൊക്കെ വെച്ച് കയറിയിട്ടൊന്നും നമ്മൾ അങ്ങനൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോലില്ല. നമ്മൾ താഴെയുള്ള ഭാഗം അടിച്ചൊരു തുടക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ വാണേനും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതാ വീണ്ടും വീണ്ടും ഇതുപോലത്തെ ഓരോ മുറത്തിൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈനക്കാരെ കണ്ട ഒരു പക്ഷേ ഇതുപോലത് വാങ്ങിക്കൊണ്ടുപോട്ടാ ഓലത് കഴിക്കും. കാരണം അത്രയ്ക്ക് നല്ല ഫ്രഷ് സാധനമാണ്. നമുക്കിത് കാണുമ്പോൾ അറപ്പ് തോന്നും, പക്ഷേ ഓൽക്കത് മിച്ചറൊക്കെ തിന്നണ പോലെ ഇങ്ങനെ വാരി തിന്നണ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഈ ടൈപ്സിലുള്ള ജന്തുക്കളെ കാണും ഓലിങ്ങനെ ജീവനോട് കൂടി കഴിക്കണ കാണാം. അപ്പം എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇതാ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ ഉൾഭാഗം ഫുള്ള് ക്ലിയറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്താണ് ബാത്റൂം ഉള്ളത്. ഈ ഒരു അലമാരിയും ബാത്റൂമിനോട് ചാരിയനുള്ളത് നമുക്കന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ പ്രശ്നം വരും എന്നുള്ളത്. അപ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞതാ ഇതാണ് കേട്ടോ ബാത്റൂം. ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കാര്യമായിട്ട് എപ്പോഴും നനവുണ്ടാകുന്ന സ്ഥലമാണല്ലേ ബാത്റൂം. അപ്പോൾ അതിൻ്റെ ഒരു നനവ് എത്ര ടൈൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാലും ഈ ഒരു അലമാരിൻ്റെ ഉള്ളിലേക്ക് വരിക. അതുപോലെ തന്നെ മുകളിലെ ഗുഹൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ഒരു ഈർപ്പം ശരിക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും നമ്മൾ ബാത്റൂമിൻ്റെ അടുത്തുനിന്ന് അലമാരകൾ ഇതുപോലത്തെ സാധനം വെക്കുന്ന ഷെൽഫ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുണ്ട്. നല്ല രീതിയിൽ പണി കിട്ടും. അതുപോലെ എത്രയൊക്കെ തന്നെ ക്ലീൻ ചെയ്താലും നമുക്കിത് വീണ്ടും വീണ്ടും വരും. കാരണം ഇതിങ്ങനെ പെറ്റി പെരുകണം ആ ഒരു നനവിൽ. നമ്മൾക്കൊന്നും അറിയില്ല, നമുക്ക് ശ്രദ്ധിക്കാനും കഴിയില്ല മുകളിലൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരുപാട് പെറ്റി പെരുകി ഇങ്ങനെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഉപദ്രവകാരികൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ അവർ ഉപദ്രവിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു കടിയെ കിട്ടും. കടി കിട്ടിയാലും അത്യാവശ്യം നല്ല കടച്ചിലും വേദനയും അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഉറുമ്പുകളെയൊക്കെ ഒഴിപ്പിച്ച് ക്ലീനാക്കി സെറ്റാക്കി ഇനി വരാതിരിക്കട്ടെ. കാരണം നനവ് എത്രമാത്രം തട്ടണോ അതിനനുസരിച്ച് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഒന്നെങ്കിൽ ബാത്റൂം ഒഴിവാക്കുക അല്ലെങ്കിൽ അലമാര ഒഴിവാക്കുക. ആ 2 ഓപ്ഷനാണ് ഇവിടെ സ്വീകരിക്കാൻ കഴിയുക. പിന്നെ എന്തൊക്കെ വാട്ടർ പ്രൂഫോ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ചുമര് എന്തായാലും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നോമ്പിൻ്റെ മുമ്പായിട്ടുള്ള പണികളിൽ പെട്ട ഒരു പണി, നനച്ചുളിപ്പണി പെട്ട ഒരു പണി തന്നെ ഇട്ടത്. അവരൊക്കെ നന്നായിട്ട് നനച്ച് കുളിപ്പിച്ച് പറഞ്ഞയച്ച് ക്ലിയറാക്കി. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.